ഹായ് ഗായ്സ്, അപ്പോൾ ഫൈനലി ഞാൻ മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇത് ഇന്നലെ കാണാനുള്ളതായിരുന്നു. ബട്ട് ടിക്കറ്റ് കിട്ടിയില്ല ഗൈസ്, ഫുള്ളായിരുന്നു. ഫസ്റ്റ് ഷോയുടെ റിവ്യൂ അറിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോൾ ഞാൻ തിയേറ്ററിൽ ബുക്ക് ചെയ്ത് പക്ഷേ ഏറ്റവും കുറച്ച് ഫ്രണ്ടിലാണെന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ലാത്ത സീറ്റായിരുന്നു. അവിടെ ബുക്ക് ചെയ്താണ് കണ്ടത്. ഞാൻ ഇനി രാത്രി ബുക്ക് ചെയ്ത് കുറച്ച് ബാക്കിലോട്ട് കിട്ടി. 12 മണിക്കുള്ള ഷോ വീണ്ടും കയറിയാണ്. കൂട്ടുകാരന്മാരായിട്ടാണ് പോണത് കേട്ടോ. ഒരു വൈബ് പറ്റിയ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ തിയേറ്ററിൽ സീൻ ബൈ സീൻ ഒരു ഗംഭീര ഓളം തന്നെയായിരുന്നു കേട്ടോ. ഓരോ സീനിലും കയ്യടി. എന്തോ പറയാനാ, കിട്ടില്ല പടം. ഞാൻ ഇത് റിലീസിൻ്റെ തലേ ദിവസം ചെറുതായിട്ടൊരു ടെൻഷൻ അടിച്ചു. റീസെൻ്റ് അന്ന് ഞാൻ ചെറുതായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം സിനിമയ്ക്ക് എന്തെങ്കിലും താഴോട്ട് പോവോ, എന്തെങ്കിലുമൊക്കെ താഴോട്ട് പോവോ, ഓവറാവോ എന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ വേറെ റേഞ്ച് അഭിപ്രായം അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി, സിനിമ കണ്ടപ്പോഴും തൃപ്തിയായി. ഓക്കെ, ദാറ്റ് ഈസ് മാർക്കോ ഈസ് കിട്ടില്ലം പടമാണ്. തിയേറ്ററിലൊരു വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കാണണമെന്നേ ഞാൻ പറയണുള്ളൂ. പിന്നെ കുട്ടികളും അമ്മമാരും ഒക്കെ കാണാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇത് കാണാൻ പറ്റാത്ത ഒരുപാട് സീൻസുകളുണ്ട്. വയലൻസ് കൂടുതലാണ് സെക്കൻഡ് ഹാഫ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവരാതിരിക്കുക. ഫാമിലി വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം ഹനീഫ് അദേനിൻ ബ്രോ വമ്പൻ കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഹനീഫ് ബ്രോ ഡയറക്ടർ ഒരു കിട്ടില്ല കംബാക്ക്. പിന്നെ ഉണ്ണി മുകുന്ദൻ ബ്രോ, നിങ്ങളൊരു ഫാനാക്കി കളഞ്ഞല്ലോ മനുഷ്യ. എന്ത് പെർഫോമൻസ് ആണോ താൻ, സീരിയസ്ലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ, ഉണ്ണി ചേട്ടാ. നിങ്ങളുടെ ആ ഒരു സ്വാഗ്, നിങ്ങളുടെ ആ ഒരു എൻട്രി, എൻ്റെ പൊന്നെ കിട്ടില്ല ഒരു സ്വാഗ്. ആ സിഗരറ്റൊക്കെ വലിച്ച് വരുന്ന ഒരു നടത്തമുണ്ട് മോനെ. സത്യം, ഞാൻ എണീറ്റ് നിന്നാണ് കൈയടിച്ചത്. ഉള്ളത് പറയല്ല, എണീറ്റ് നിന്നാണ് കയ്യടി മിസ്സിലടിക്കണം. ഉള്ളത് പറയല്ല. വന്നൊന്ന് നിന്ന് പിന്നെ ഒരു BGM കൂടെ വന്നപ്പോൾ ഒപ്പം ഒരു ഓളമായിരുന്നു കേട്ടോ. ഉണ്ണിച്ചേട്ടൻ കിട്ടിക്ക് ഈ സിനിമയിൽ ഫാനാക്കി കളഞ്ഞു ശരിക്കും പറഞ്ഞ്. അടുത്ത ഇനിയും പുള്ളിക്കാരൻ നല്ല ഇതേപോലത്തെ ഒരു മാസ് പരിവേഷമുള്ള കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജഗദീഷ് ഏട്ടൻ, എൻ്റെ പൊന്നെ എന്ത് പെർഫോമൻസാണ് മനുഷ്യ. ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വെറുതെ അല്ല, കിട്ടില്ല സാധനം. സിദ്ദിഖിക്ക് സെക്കൻഡ് ഹാഫിലൊരു സാധനമുണ്ട്. കിട്ടിക്ക് കളഞ്ഞ്. ഓവറോൾ പെർഫോമൻസ് വൈസ് ആയാലും ഇത് എല്ലാം ടെക്നിക്കൽ സൈഡ് എല്ലാം കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഭാഷകളിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരിക്കലും പറയരുത്. നമുക്ക് മലയാളത്തിൽ ഒരേ ഒരു മാർക്കോ മതി. വേറെ മറ്റേ KGF ആണ്, കില്ലാണ്, അതാണ് ഇതാണ് മറ്റേയാണ് മറിച്ചാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കുണ്ടൊരു മാർക്കോ. പല സ്ഥലങ്ങളിലും നല്ല വയലൻ്റ് ആയിട്ടുള്ള പടം ഉണ്ടെങ്കിൽ നമുക്കും അഭിമാനത്തോടെ പറയാം മാർക്കോ. നമുക്കൊരു വയലൻസ്, ഒരു കട്ട വയലൻസ് ഉള്ളൊരു പടമുണ്ട് മാർക്കോ. നമുക്ക് പറയാൻ നെഞ്ചു പിരിച്ച്. അങ്ങനെ വേറെ ഒരു ഭാഷകളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഉണ്ണി മൂന്നൻ്റെ മാർക്കോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വേറെ ഒരുത്തൻ്റെയും പടം വെച്ച് ഇനി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം മലയാള ഇൻഡസ്ട്രിയിലൊരു സത്യം ഇനി ഇതിൻ്റെ അപ്പുറം എല്ലാം ഇനി ഏതെങ്കിലും ഒരു വയലൻസ് പടം വരുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് ചിലപ്പോൾ ഭാവിയിൽ വന്നാൽ അതുവരെ ഇത് നിലനിൽക്കും. ഓക്കെ, എന്താ പറയാൻ, അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. നല്ല കിട്ടില്ല ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി. പിന്നെ രവി ബസ്കൂറിൻ്റെ മ്യൂസിക്, ആ മാർട്ടിൻ എന്ന് പറയുന്ന പടത്തിന് ചെയ്തു വെച്ചേക്കണ ആളാണ് അദ്ദേഹം. വന്ന് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കണ മ്യൂസിക്കും BGM സ്കോറും മാൻ റോക്ക്. നല്ല ഒരു കംബാക്കാണ് വരുത്തിയിരിക്കുന്നത്. എന്തു പറയാനാ, BGM ഒക്കെ സത്യം അണ്ണാ ഒന്ന് ഇറക്കി വിടണ്ണ. BGM ഒക്കെ കാത്തിരിക്കുകയാണ് ഈ റിംഗ് ടോൺ ഇടാൻ.
അവസാനം ഒരു ട്രാക്ക് ഉണ്ടോ, അവസാനത്തെ ഒരു ട്രാക്ക് ഉണ്ട്, അതൊന്ന് ഇറക്കി വിടുക, അതെങ്കിലും ഒന്ന് ഇറക്കി വിടണം യൂട്യൂബിൽ. കിട്ടില്ല ട്രാക്കായിരുന്നു അവസാനം ആ ഒരു എൻഡിൽ തീരുമ്പോൾ. പിന്നെ ഉണ്ണി മൂന്തൻ ചേട്ടൻ്റെ ഫൈറ്റ്, ആട്ടി നല്ല കിട്ടില്ല. പുള്ളിക്കാരൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അത് ആ ഒരു എഫേർട്ടിനെ സമ്മതിക്കണം, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പടം നൈസാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണത്, കുട്ടികളും ഫാമിലി മാക്സിമം കാണാതിരിക്കുക. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇറിറ്റേറ്റിംഗ്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കാണാം, എന്താ പറയുക, ഒരുപാട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് അങ്ങനത്തെ സീൻസുകളുണ്ട് എന്ന് വെച്ചാൽ വയലൻസിൻ്റെ ഒരു പീക്ക്. ഓക്കെ, നമുക്ക് അഭിമാനിക്കാം ഒരു വയലൻസ്, നമുക്ക് ഒരു മാർക്കോ ഉണ്ട്. ജോൺ വിക്ക്, ആനിമൽ, കില്ല് നമുക്കും ഉണ്ട് മാർക്കോ. ഓക്കെ, ഇനി അഭിമാനത്തോടെ പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് എനിക്ക് മാർക്കോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മാർക്കോ, ഡോണ്ട് മിസ് ഇറ്റ്, ദ തിയേറ്റർ എക്സ്പീരിയൻസ്, ഡു വാച്ച് ഇറ്റ്.